Hello guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഫാർമക്കോളജി ടോപ്പിക്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എസ് എ ടോപ്പിക്കാണ്. ഫാർമക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ടോപ്പിക് തന്നെയാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എസ് എ ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആക്ഷൻ, ഡ്രഗ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദി ഡ്രഗ്, ദെൻ യൂസ്, ADR, ദെൻ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പ്രിക്കോഷൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ, ദെൻ അതിൻ്റെ ആക്ഷൻ ഓഫ് ദി ഡ്രഗ്, അബൌട്ട് ദി ഫിസിയോളജി ഓഫ് ദി ഹോർമോൺ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, പിന്നെ അത് ഏത് ഗ്ലാൻഡാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് അഡ്രീനൽ ഗ്ലാൻഡ്. സോ ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഡ്രഗിനെ കുറിച്ച് പറയേണ്ടത്? എന്ത് ഡ്രഗാണ്? ഓറലാണോ പാരൻട്രലാണോ? ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഓറൽ ഡ്രഗാണ്. ആൻഡ് അപ്പോൾ ഇവർക്ക് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം വരേണ്ടതല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്, ദാറ്റ് ഈസ് ഹൈഡ്രോകോർട്ടിസോണിന് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ആണ് ഉള്ളത്. ബട്ട് സിന്തറ്റിക് ആയിട്ടുള്ള കോർട്ടിക്കോയിഡ്സിന് എന്തുണ്ട്? നല്ല ബയോ അവൈലബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം അവർക്ക് കുറവാണ്. ആൻഡ് ദിസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ബൈൻഡ് ടു ദി പ്ലാസ്മ പ്രോട്ടീൻസ്. വൺസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ബൈൻഡ് ടു ദി പ്ലാസ്മ പ്രോട്ടീൻ കോർട്ടിക്കോസ്റ്റെറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിൻസ് ഓർ ട്രാൻസ്കോട്ടിനോടൊക്കെ ബൈൻഡ് ചെയ്യും. ആൻഡ് ദിസ് ട്രാൻസ്കോട്ടിൻസ് ആൻഡ് ഗ്ലോബുലിൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ദി ലിവർ സിന്തസൈസ് ചെയ്യുന്ന ട്രാൻസ്കോട്ടിൻ അല്ലെങ്കിൽ ഗ്ലോബുലിനോടൊക്കെ ബൈൻഡ് ചെയ്തിട്ട് ദാറ്റ് ഇസ് ദേ ബൈൻഡ് ടു ദ പ്ലാസ്മ പ്രോട്ടീൻ. സിംപ്ലി പറയുകയാണെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ലിവർ. അങ്ങനെ പ്ലാസ്മ പ്രോട്ടീനോട് ഇവർ ബൈൻഡ് ചെയ്തിട്ട് ഇവരിങ്ങനെ ബ്ലഡിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ബട്ട് വൺസ് ഈ പ്ലാസ്മ പ്രോട്ടീനോട് ബൈൻഡ് ചെയ്തത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? വൺസ് സാച്ചുറേറ്റഡ് ദി പ്ലാസ്മ ലെവൽ ഓഫ് ഫ്രീ കോർട്ടിസോൾ ഇൻക്രീസസ്. ഓക്കെ, ആൻഡ് ഇത് കോമൺ ആയിട്ട് കാണുന്ന സിറ്റുവേഷനാണ് ഇൻ പ്രഗ്നൻസി ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. Then they are metabolized by the microsomal enzymes in the liver. This plasma proteins, corticosteroids are metabolized by the microsomal enzymes in the liver, and it makes inactive water soluble compounds. അങ്ങനെ ഇതെന്ത് മേക്ക് ചെയ്യും? ഇനാക്റ്റീവ് ആയിട്ടുള്ള വാട്ടർ സോൾബിൾ കോമ്പൗണ്ട്സ് മേക്ക് ചെയ്യും. ആൻഡ് ദിസ് ഇനാക്ടിവേറ്റഡ് വാട്ടർ സോൾബിൾ കോമ്പൗണ്ട്സ് ആർ എക്സ്ക്രീറ്റഡ് ബൈ ദി കിഡ്നി. ദിസ് ഈസ് ദി ഫാർമക്കോകൈനറ്റിക്സ്. വൺസ് നമ്മുടെ ഡ്രഗ് ഓറലി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സിന്തറ്റിക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ ഗുഡ് ബയോ അവൈലബിലിറ്റി ആണുള്ളത് ദാൻ ദി നാച്ചുറൽ വൺ. ആൻഡ് ദേ ബൈൻഡ് ടു ദി പ്ലാസ്മ പ്രോട്ടീൻസ്. ദെൻ ദി പ്ലാസ്മ പ്രോട്ടീനോട് എന്തിനാണ് ബൈൻഡ് ചെയ്യുന്നത്? അവരിങ്ങനെ സാച്ചുറേറ്റ്, അതായത് ബ്ലഡിൽ ഈ ബൈൻഡ് ചെയ്ത രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വൺസ് ഈ ബൈൻഡിങ് സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഫ്രീ കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യും, ആസ് ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ പറയുന്നത് മെറ്റബോളിസം ബൈ ദി മൈക്രോസോമൽ എൻസൈം ഇൻ ദി ലിവർ. ആൻഡ് മെറ്റബോളിസം കഴിയുമ്പോൾ ദി പ്രൊഡ്യൂസസ് ആൻ ഇനാക്റ്റീവ് വാട്ടർ സോൾബിൾ കോമ്പൗണ്ട് വിച്ച് ആർ എക്സ്ക്രീറ്റഡ് ബൈ ദി കിഡ്നി. ദെൻ ADR എന്ന് പറയുമ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പോൾ ADR എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആക്ഷൻ പറഞ്ഞല്ലോ, ആക്ഷൻ വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് ADR എളുപ്പം പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു എന്ത് ഫാറ്റിൻ്റെ മെറ്റബോളിസം നടക്കുന്നുണ്ടെന്നല്ലേ. ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ എന്താ സംഭവം? ലൈപ്പോലൈസിസ് ആണ്. ഫാറ്റ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ലൈപ്പോലൈസിസ് സംഭവിക്കുമ്പോഴത്തേക്ക് ഒരു പെരഫറൽ ഫാറ്റ്, എക്സ്ട്രിമിറ്റീസിലുള്ള ഫാറ്റ് നെക്ക് ഷോൾഡർ റീജിയനിലേക്ക്, ട്രങ്ക് നെക്ക് ആൻഡ് ഷോൾഡർ റീജിയനിലേക്ക് കൂടുതലായിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഡെവലപ്സ് കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? മൂൺ ഫേസ്, സുപ്രാ ക്ലവിക്കുലർ ഹംപ് ഉണ്ടാവും നെക്കിൽ, ദെൻ ട്രങ്കൽ ഒബിസിറ്റി, ദെൻ മസിൽ വേസ്റ്റിംഗ്, മയോപ്പതി, തിന്നിങ് ഓഫ് ദി ലിംബ് ആൻഡ് സ്കിൻ, ആൻഡ് ഈസി ബ്രൂസിങ് ആൻഡ് പർപ്പിൾ സ്ട്രൈ. സോ കുഷിംഗ് സിൻഡ്രോം ആണ് ഫസ്റ്റ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. എന്തൊക്കെയാണ്? മൂൺ ഫേസ്. കാരണം എന്താ? ലിപ്പിഡ്സ്, അതായത് ഫാറ്റിൻ്റെ മെറ്റബോളിസം നടക്കുന്നുണ്ടല്ലോ. ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ ലൈപ്പോലൈസ് ചെയ്തിട്ട് എക്സ്ട്രിമിറ്റീസ് ടു സെൻട്രൽ, പെരിഫറി ടു സെൻട്രൽ ആണല്ലോ ഇവർ ഫാറ്റിൻ്റെ മെറ്റബോളിസം നടന്നിട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. റിസൾട്ടിങ് ഇൻ മൂൺ ഫേസ്, സൂപ്രാ ക്ലാവിക്കുലർ ഹംപ്, ട്രങ്കൽ ഒബിസിറ്റി, മസിൽ വേസ്റ്റിംഗ്, മയോപ്പതി, തിന്നിങ് ഓഫ് ദി ലിംബ് ആൻഡ് സ്കിൻ, ദെൻ ഈസി ബ്രൂസിങ് ആൻഡ് പർപ്പിൾ സ്ട്രൈ. പിന്നെ ഉള്ളത് ഹൈപ്പർഗ്ലൈസീമിയാണ്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പറഞ്ഞിരുന്നു അല്ലേ. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ അത് പ്രൊഡ്യൂസസ് ഗ്ലൂക്കോനിയോജനസിസ് ആൻഡ് ഗ്ലൈക്കോജൻ ഡിപ്പോസിഷൻ ഇൻ ദി ലിവർ. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിൻ്റെ പെരിഫറൽ ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ ഡിക്രീസസ്, ദസ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദി ബ്ലഡ്, ദാറ്റ് ഈസ് resulting in diabetic mellitus, that is neoglucogenesis, and increased protein breakdown resulting in diabetic mellitus.
Susceptibility to infection. Why there is a susceptibility to infection? ഇവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂണോസപ്രസീവ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ബിക്കോസ് ഓഫ് ദർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂണോസപ്രസീവ് ഇഫക്റ്റ് ഒരു ഇൻഫെക്ഷൻ വല്ല വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ടു ഇമ്മ്യൂണോസപ്രഷൻ നമ്മുടെ ബോഡിക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദേ ആർ സസെപ്റ്റബിൾ ടു ദി ഇൻഫെക്ഷൻസ്. ദെൻ ഓസ്റ്റിയോപോറോസിസ്. വൈ? ഓൾറെഡി പറഞ്ഞിരുന്നു, കാൽഷ്യം അബ്സോർപ്ഷനും കുറയ്ക്കും ആൻഡ് കാൽഷ്യം എക്സ്ക്രീഷൻ കൂട്ടുകയും ചെയ്യും. സോ കാൽഷ്യം ലെവൽ കുറഞ്ഞല്ലോ, അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോൺ റീസോർബ് ചെയ്യേണ്ടി വരും, കാൽഷ്യം ലെവൽ കൂട്ടാൻ, റിസൾട്ടിങ് ഇൻ ഓസ്റ്റിയോപോറോസിസ് അണ്ടർ ADR. നെക്സ്റ്റ് ഈസ് എവാസ്കുലർ നെക്രോസിസ്. എവാസ്കുലർ നെക്രോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂ ടു റെസ്ട്രിക്ഷൻ ഓഫ് ദി ബ്ലഡ് ഫ്ലോ ത്രൂ bone capillaries may causes joint pain, stiffness and restriction of movement. So avascular necrosis എന്ന് പറയുമ്പോൾ ഈ restriction, that is blood flow through the bone capillaries നെ restrict ചെയ്യുന്നുണ്ട്, and it resulting in joint pain, stiffness and restriction of movement, as it also suppresses the growth in children. അതാണ് avascular necrosis എന്ന് പറയുമ്പോൾ ADR ആയിട്ട് പറയുന്നത്. ദെൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ പെപ്സിൻ ലെവലൊക്കെ ഇവർ കൂട്ടും, അതുകൊണ്ട് തന്നെ ഇത് റിസൾട്ട് ഇൻ പെപ്റ്റിക് അൾസറേഷൻ. ഇറ്റ്സ് എൻ ADR അല്ലേ? ആൻഡ് പ്രൊലോങ്ഡ് തെറാപ്പി വിത്ത് NSAID ഉള്ളപ്പോഴായിരിക്കും അൾസറേഷൻ്റെ ചാൻസ് കൂടുന്നത്, പെപ്റ്റിക് അൾസറിൻ്റെ ചാൻസ്. ദെൻ മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഓൾറെഡി പറഞ്ഞിരുന്നു, ഹയർ ഡോസ് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുമ്പം എന്തൊക്കെ മെൻറ്റൽ ഡിസ്റ്റർബൻസ് വരും? ഇൻസോംനിയ, ദാറ്റ് ഇസ് സ്ലീപ്ലെസ്നെസ്, ആൻസൈറ്റി, നെർവസ്നെസ്, മൂഡ് ചേഞ്ച്, യൂഫോറിയ, സൈക്കോസിസ് ഓർ ഡിപ്രഷൻ. ദെൻ കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ. കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ എന്തുകൊണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞു ഡയബറ്റിക്സിൻ്റെ കാര്യം, ഗ്ലൂക്കോസിൻ്റെയൊക്കെ മെറ്റബോളിസം ഒക്കെ കൂടുതലാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ഗ്ലൂക്കോസിൻ്റെ അല്ല, കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം ഒക്കെ കൂടുതലാണ്, ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂടുതലാണ്. സോ കണ്ണിൽ എന്ത് പറ്റും? ഗ്ലൂക്കോസ് സോർബിറ്റോളായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ. ദെൻ ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആയിരിക്കും ഇവർക്കുള്ളത്. ഡിലേഡ് ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ഈസ് അനദർ ADR for corticosteroids. Then other effect എന്ന് പറയുമ്പോഴത്തേക്കും they will be having raised intracranial pressure raise ചെയ്യും, convulsions, hypercoagulability of the blood and menstrual disorders ഉണ്ടാക്കും. ഇവരെന്താ? ഇവർക്ക് കൊയാഗുലേഷൻ കൂട്ടുക. ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊയാഗുലേഷൻ കൂട്ടുക ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡിൽ കൊയാഗുലേഷൻ കൂട്ടുമ്പോൾ എന്ത് പറ്റും? മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് വരാം. ദെൻ raised intracranial pressure, convulsions and as well as delayed wound healing. Okay. Then HPA axis, that is hypothalamus pituitary adrenal axis ൻ്റെ സപ്രഷൻ നടക്കുന്നുണ്ട്. വൈ? ബിക്കോസ് എക്സസ് ആയിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ എന്ത് പറ്റും? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ലെവൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ ഇൻഹിബിറ്റ് ദി പിറ്റ്യൂട്ടറി ആസ് വെൽ ആസ് ഹൈപ്പോതലാമസ് ടു ഇൻഹിബിറ്റിംഗ് ദി റിലീസ് ഓഫ് CRH and ACTH. ദെൻ മിനറലോ കോർട്ടിക്കോയിഡ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ ആക്ഷൻ എന്താ? മെയിൻലി സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ ആണ്. അങ്ങനെ സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എഡിമ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ എഡിമ ഡെവലപ്പ് ചെയ്താൽ റിസൾട്ടിങ് ഇൻ വെയിറ്റ് ഗെയിൻ. These are the ADR for corticosteroids. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കുഷിംഗ് സിൻഡ്രോം, ഹൈപ്പർഗ്ലൈസീമിയ, susceptibility to infections, osteoporosis, avascular necrosis, peptic ulceration, mental disturbance, cataract, delayed wound healing, other effects like raised intracranial pressure, convulsions, menstrual disorders and hypercoagulability of the blood, then HPA axis suppression, mineralocorticoid effect result in edema or weight gain. These are the ADR. Uses of corticosteroids. Uses of corticosteroids എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്കാണ് യൂസ് ചെയ്യുന്നത്. റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസീസ് ഇൻ എമർജൻസി കണ്ടീഷനിലുള്ള അഡ്രിനൽ ഇൻസഫിഷ്യൻസി എമർജൻസി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ എനിക്ക് ഈ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആവശ്യം വരിക? അത് പ്രസിപ്പിറ്റേറ്റഡ് ബൈ ദി ഇൻഫെക്ഷൻസ്, ട്രോമ, ഒരു സഡൻ വിഡ്രോവൽ ഓഫ് ദി steroids. Then ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് നോസിയ, വൊമിറ്റിംഗ്, വീക്ക്നെസ്, ഹൈപ്പോടെൻഷൻ, ഡീഹൈഡ്രേഷൻ, ഹൈപ്പോനൈട്രീമിയ ആൻഡ് ഹൈപ്പർകെലീമിയ. ഓക്കെ, അപ്പോൾ ഇവിടെ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്കാണ് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. ഇതൊരു എമർജൻസി കണ്ടീഷനാണ്. അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡ്യൂ ടു ഇൻഫെക്ഷൻസ്, ട്രോമ, സഡൻ വിഡ്രോവൽ ഓഫ് സ്റ്റീറോയിഡ്സ്. സോ ഈ സഡൻ വിഡ്രോവൽ ഓഫ് സ്റ്റീറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് വരിക? നോസിയ, വൊമിറ്റിംഗ്, വീക്ക്നെസ്, ഹൈപ്പോടെൻഷൻ, ഡീഹൈഡ്രേഷൻ, ഹൈപ്പോനാട്രീമിയ ആൻഡ് ഹൈപ്പർകെലീമിയ. ദെൻ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിൽ ഇൻ കേസ് ഓഫ് എഡിസൺ ഡിസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ. കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയുമ്പോൾ എന്താണ്? impaired synthesis of glucocorticoids due to the deficiency of some enzymes involved in the synthesis. That is, some glucocorticoids can be synthesized because of some deficiency in the synthesis of certain enzyme, resulting in increased ACTH level. Okay, so that the ACTH level will increase. As ACTH level increases, it leads to virilization or mineralocorticoid excess leads to hypertension. സോ എന്താ പറ്റിയ ഇവിടെ? കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ ഫാമിലിയൽ ആയിട്ടുള്ളൊരു ഡിസീസ് ആണെങ്കിൽ ഇമ്പയർഡ് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് അതിൻ്റെ പ്രോബ്ലം. ആൻഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് സർട്ടൻ എൻസൈംസ് ദിസ് ACTH ലെവൽ ഇൻക്രീസസ് റിസൾട്ടിങ് ഇൻ ദി ഹൈപ്പർടെൻഷൻ. ദെൻ ഡയഗ്നോസ്റ്റിക് പർപ്പസ്.
ഇവിടെ ഇപ്പോൾ മിനറലോകോർട്ടിക്കോയിഡ്സ് ആയിരിക്കും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്, കാരണം കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഉണ്ടാക്കാനുള്ള എൻസൈംസ് ഇല്ല. സോ മിനറലോകോർട്ടിക്കോയിഡൊക്കെ എക്സസ് ഉണ്ടാക്കും, റിസൾട്ടിങ് ഇൻ ഹൈപ്പർ ടെൻഷൻ. ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി കുഷിംഗ് സിൻഡ്രോത്തിൻ്റെ ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ് ഇസ് ഡൺ ടു ഡയഗ്നോസ് ദി കുഷിംഗ് സിൻഡ്രോം. ദെൻ ഫാർമക്കോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും rheumatoid arthritis, അത് NSAID along with the steroids are used in case of rheumatoid arthritis. Osteoarthritis യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് ഇൻ ദി അക്യൂട്ട് എക്സസർബേഷൻ വിത്ത് സ്ട്രിക്ട് അസെപ്റ്റിക് പ്രിക്കോഷൻ. അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? അക്യൂട്ട് എക്സസർബേഷൻ ടൈമിൽ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് ആണ് ഓസ്റ്റിയോആർത്രൈറ്റിസിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ NSAID along with the steroids are used in rheumatic arthritis and rheumatic condition, rheumatic carditis. Rheumatic carditis നമ്മൾ fever with the carditis is termed as rheumatic carditis, and when these rheumatic arthritis are not responding to the NSAID. Then acute gout. Acute gout is used here in allergic diseases like angioneurotic edema, hay fever, serum sickness, contact dermatitis, urticaria, drug reactions and anaphylaxis. Allergic reactions are there is serum sickness, edema, hay fever, then anaphylaxis, etc. Then shock. Shock എന്ന് പറയുമ്പോൾ എന്താ? സിവിയർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ റിസൾട്ട് ഇൻ സെപ്റ്റിക് ഷോക്ക്. ഓക്കെ. ദെൻ ക്രോണിക്. ഇവിടെ സിവിയർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കുറയുമ്പോഴല്ലേ. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സിവിയർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ലൈക്ക് ഷോക്ക്. ദെൻ ബ്രോങ്കിയൽ ആസ്മ. ബ്രോങ്കിയൽ ആസ്മയാണെങ്കിലോ ദാറ്റ് ഈസ് അക്യൂട്ട് എക്സസർബേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അസ്മാറ്റിക്കസ് ആൻഡ് ക്രോണിക് ആസ്മയിലൊക്കെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൊളാജൻ ഡിസീസസ് ലൈക്ക് പോളി ആർത്രൈറ്റിസ് നോഡോസ, ദാറ്റ് ഇസ് PAN. ദെൻ ലൂപ്പസ് എറിത്രമാറ്റോസിസ് SLE ഉണ്ടല്ലോ അതുപോലത്തെ. ദെൻ പോളി മയോസൈറ്റിസ്, വേഗർ ഗ്രാനുലോമാറ്റോസിസ് ആൻഡ് അതർ റുമാറ്റോയിഡ് ഡിസോർഡേഴ്സ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഐ ഡിസോർഡേഴ്സിലാണ്. ടോപ്പിക്കൽ ഐ ഓയിൻമെൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും കേസ് ഓഫ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എക്സെട്ര. ദെൻ റീനൽ ഡിസീസിനാണെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ എറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, സെബോറിയ ഡെർമറ്റൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഡെർമറ്റൈറ്റിസ് എന്നൊരു വേർഡ് യൂസ് ചെയ്യുക, ഓർക്കാമല്ലോ. സ്കിൻ ഡിസീസ് ആണല്ലോ. അപ്പോൾ ഡെർമറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് സ്കിൻ, ഡെർമസ്. GI ഡിസീസസ് ലൈക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ലൈക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആൻഡ് ക്രോൺസ് ഡിസീസിൽ ഇതുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലിവർ ഡിസീസ് ലൈക്ക് ഓട്ടോ ഇമ്മ്യൂൺ, ക്രോണിക്, ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് പർപ്യൂറ, ഹീമോലൈറ്റിക് അനീമിയ. ദെൻ സെറിബ്രൽ എഡിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എഡിമ എന്തുകൊണ്ടാണ് വരുന്നത്? റിട്ടൻഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ, റൈറ്റ്? സെറിബ്രൽ എഡിമ. ദെൻ മാലിഗ്നൻസി ബിക്കോസ് ദേ വിൽ ഇൻഹിബിറ്റ് ദി സെൽ proliferation resulting in use of corticosteroids in malignancies like ALL, acute lymphocytic leukemia and lymphoma. Then lung disease like ARDS ഇതിനൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. that is acute respiratory distress syndrome. Then organ transplantation, thyroid stormലൊക്കെ ഇവർ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. These are the contraindications, the precautions and contraindications to glucocorticoid therapy. ഇത് നമ്മൾ ഓൾറെഡി ADRൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ കോൺട്രാഇൻഡിക്കേഷൻ, വിച്ച് ഇസ് പെപ്റ്റിക് അൾസർ, hypertension, infections, diabetic mellitus, ocular infections, osteoporosis, psychosis, epilepsy, CGF, chronic that is congestive cardiac failure, then glaucoma, renal failure, myopathy, pancreatitis, hepatic disease. These are the contraindications. ഓൾറെഡി നമ്മൾ ADRൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ADRൽ പറഞ്ഞ അതേ ഡിസീസ് തന്നെ എവിടെയും പ്രിക്കോഷൻ ആൻഡ് കൗണ്ടർ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് തെറാപ്പിയിൽ പറയുന്നത്. This is about the video glucocorticosteroids, and if you like it, please do like, share and subscribe. Thank you for watching.